കുറച്ച് ഫ്രീസ് ആകുമ്പോൾ ദാ ഇങ്ങനെ ആക്കി തീർക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു റെമഡി ചെയ്യാറുണ്ട്. നമ്മുടെ ഫ്ലാക്സ് സീഡ് കൊണ്ട് ജെൽ ഉണ്ടാക്കിയിട്ട് ഹെയറിൽ അപ്ലൈ ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി റെഡി ആയില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്യാമെന്ന് പറയുന്നത് കുറച്ച് റിസ്ക്കി ആയിട്ടുള്ള ഒരു ടാസ്ക് തന്നെയാണ് കേട്ടോ. ഇതെങ്ങനെ ഉണ്ടാക്കി സ്ട്രെയിൻ ചെയ്തെടുക്കുക എന്ന് പറയുന്നത് തന്നെ കുറച്ച് പാടാണ്. അത് നമുക്ക് ചിലപ്പം വെള്ളം കൂടി പോകും, ചിലപ്പോൾ കുറഞ്ഞു പോകും. ഇത് യൂസ് ചെയ്യാമെന്ന് പറയുന്നൊരു റിസ്ക്കി ടാസ്ക് തന്നെയാണ്. അതായത് നമ്മളുടെ ഹെയറിൽ നമ്മൾ ഉണ്ടാക്കുന്നത് പകുതിയും താഴോട്ട് പോവുക ചെയ്യട്ടോ. ആ ഹെയറിൽ ഇരിക്കുക എന്ന് പറയുന്നത് കുറച്ച് പെടാപ്പാട് പെടുന്ന കാര്യമാണ്. ഈ രീതിയിൽ ഒഴുകി പോകും. ഇത് തറയിൽ വീണിട്ട് ഞാൻ പലപ്പോഴും താഴെ വീഴാനൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ ഇത് എനിക്കൊരു റിസ്ക്കി ടാസ്ക്കാണ്. അപ്പോൾ ഇങ്ങനെ ഉരുണ്ട് വീഴാനും പോയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഫ്രീസായി കഴിയുമ്പോൾ എന്താ ചെയ്യുക, നമുക്ക് ഒരു റെമഡി അല്ലേ, നമുക്കൊരു ടിപ്സ് വേണമല്ലോ. അപ്പം ഞാൻ കണ്ടുപിടിച്ച ഒരു അടിപൊളി റെമഡിയാണ് നമ്മുടെ ആൽസ് ഗുഡ്നെസ്സിൻ്റെ ഫ്ലാക്സ് സീഡ് ജെല്ല്. ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് അടിപൊളിയാണ് കേട്ടോ. ഇത് നമ്മളുടെ ഹെയറിൻ്റെ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാനായിട്ടും ഡീപ്ലി ഹൈഡ്രേറ്റ് ചെയ്യാനായിട്ടൊക്കെ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല സ്ട്രോങ് ആയിട്ട് നമ്മുടെ ഹെയർ ഇരിക്കാൻ സഹായിക്കുന്നുണ്ട്. നല്ല ഷൈനിങ് തരാനായിട്ടും ഹെയറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടൊക്കെ സഹായിക്കുന്നുണ്ട്. അതുപോലെ ഫ്രിസ് ആയിട്ടുള്ള ഹെയർ ഉള്ളവർക്ക് അടിപൊളിയായിട്ട് ഇത് വർക്ക് ചെയ്യും. വിത്തിൻ 7 days നമുക്കിത് ഭയങ്കര ഡിഫറൻസ് തരും കേട്ടോ. ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ഷാമ്പോ കണ്ടീഷണർ ഒന്നും യൂസ് ചെയ്യേണ്ട, വെറുതെ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. വിത്തിൻ 7 days ചാലഞ്ചിൽ ഞാൻ നിങ്ങളെ സ്കിന്നിൽ നമുക്കിത് ഈവനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. 10-15 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് വരെയൊക്കെ വെക്കാം. അതിനുശേഷം നോർമൽ വാട്ടറിൽ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. നമ്മുടെ സ്കിന്ന് നല്ലപോലെ ഹൈഡ്രേറ്റ് ആവാനായിട്ട് ഇത് സഹായിക്കും. പൊളി റെമഡിയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 7 days ചാലഞ്ച് ചെയ്യുകയാണ്. ഇത് സെക്കൻഡ് ഡേ ആണ്. ഫസ്റ്റ് ഞാൻ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ നല്ല കോമ്പ് ഉപയോഗിച്ചിട്ട് നമ്മളെ ചെടിയൊക്കെ നന്നായിട്ട് മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. അതിനുശേഷം നമ്മളുടെ ആൽസ് ഗുഡ്നെസ്സിൻ്റെ ഫ്ലാക്സ് സീഡ് ജെല്ലെടുത്തിട്ട് ഇതുപോലെ നമ്മുടെ സ്കാൽപ്പിലും അതുപോലെ തന്നെ ഹെയർ ടിപ്പ് ടു റൂട്ട് നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് ഒരു 35-40 മിനിറ്റ് വരെ വയ്ക്കും. മിനിമം 30 മിനിറ്റ് വയ്ക്കണേ. ഞാൻ 35-40 മിനിറ്റ് വയ്ക്കാറുണ്ട്. നമ്മുടെ ഹെയർ നല്ലോണം ലോങ് ആയിട്ടും തിക്കായിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നവരും ഫ്രീ ആയിട്ട് ഹെയർ വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഇത് അടിപൊളിയായിട്ട് വർക്ക് ചെയ്യും കേട്ടോ. ഹെയർ ജെല്ലാണ്. അതുപോലെ തന്നെ ഹെയറിലും നമ്മുടെ അതേപോലെ തന്നെ നമ്മുടെ ഫേസിലും ബോഡിയിലൊക്കെ ഇത് അപ്ലൈ ചെയ്യാം കേട്ടോ. ഞാൻ എൻ്റെ കാല് ഡ്രൈ ആകുമ്പോഴത്തേക്കും ഒരു മോയ്സ്ചർ പോലെ ഇത് അപ്ലൈ ചെയ്ത് വയ്ക്കാറുണ്ട്. ഞാൻ എന്നിട്ട് ഒരു നൈറ്റ് തേച്ചിട്ട് സോക്സ് ഇട്ടിട്ട് മോർണിംഗ് കഴുകി കളയാറാണ് കേട്ടോ പതിവ്. അടിപൊളിയായിട്ട് ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. അത്ര നല്ലതാണ്. അപ്പോൾ ഇത് ആൽസ്കിൻ്റെ ഞാൻ യൂസ് ചെയ്യാനായിട്ട് കാര്യം എന്ന് വെച്ചാൽ ഇത് നമ്മൾ വീട്ടിലുണ്ടാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൺസിസ്റ്റൻസി ശരിയാവാറില്ല. ഭയങ്കരമായിട്ട് എനിക്കത് നമ്മൾ ഉണ്ടാക്കുന്ന പകുതി ഞാൻ ആദ്യം പറഞ്ഞല്ലോ, പകുതി മുക്കാലും താഴെ പോകാറ്. പക്ഷേ ഇത് നമ്മുടെ ഒഴുകി അങ്ങനെ ഹെയറിന്ന് പോകില്ല. നമ്മൾ ഹെയറിലാണെന്നുണ്ടെങ്കിലും ഫേസിലൊക്കെ ആണെന്നുണ്ടെങ്കിലും അത് അങ്ങനെ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാറുണ്ട്. അപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇപ്പം എൻ്റെ കുറച്ച് ദിവസം കൊണ്ട് തന്നെ ആ ഒരു ഫ്രീ ആയിട്ട് ഹെയർ മാറുന്നത് നിങ്ങൾക്ക് ഓരോ ദിവസത്തെ നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഞാൻ എൻ്റെ 5th day ആയപ്പോഴത്തേക്കും ഹെയർ അടിപൊളിയായിട്ട് വർക്ക് ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് കിടക്കുന്നുണ്ട്. അടങ്ങി ഒതുങ്ങി കിടക്കാന്നൊക്കെ പറയില്ലേ. ഞാൻ ഒരു 2 വീലറിലൊക്കെ യാത്ര ചെയ്ത് പോയിട്ട് വരുമ്പോൾ എൻ്റെ ഫ്രീസായിട്ട് കിടക്കുന്ന ഹെയറൊക്കെ ആണെന്നുണ്ടെങ്കിലും ഞാൻ ഈ ഫ്ലാക്സ് സീഡ് യൂസ് ചെയ്ത് ഒരു 30-40 മിനിറ്റ് വെച്ചിട്ട് വാഷ് ഔട്ട് ചെയ്തിട്ട് പുറത്ത് പോയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഇരിക്കാറുണ്ട്. ഇതെൻ്റെ 6th day ആണ്. നൈറ്റിലാണ് എനിക്ക് ടൈം കിട്ടിയത്, പകൽ ടൈം കിട്ടിയില്ല. അപ്പോൾ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് 7 days ചാലഞ്ചാണ് ചെയ്യുന്നത്. നമ്മളുടെ ഫൈനൽ ഡേ വന്നിരിക്കുകയാണ്. ഹെയറിൽ നന്നായിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. സ്കാൽപ്പിലും ടിപ്പ് റൂട്ട് വെച്ചിട്ട് പിന്നെ ഞാൻ കെട്ടി വെച്ച് കുറച്ച് നേരം ഇരുന്നു, ഒരു 35-40 മിനിറ്റ് ഇരുന്നു. അതിന് ശേഷം നന്നായിട്ടങ്ങ് വാഷ് ചെയ്തു കേട്ടോ. വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ എൻ്റെ ഹെയറിൽ ഡാൻഡ്രഫ് ഉണ്ടായിരുന്നു സ്റ്റാർട്ടിങ് ടൈമിൽ, നന്നായിട്ട് മാറി നല്ല ക്ലീൻ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് അടിപൊളിയായിട്ട് ഫ്രീ ആയിട്ട് കിടക്കുന്നുണ്ട്. ഉണങ്ങിയതിന് ശേഷമുള്ളതാണ്. അടിപൊളിയാണ്. വേറൊന്നും യൂസ് ചെയ്യേണ്ട. വാങ്ങിക്കാനുള്ള ലിങ്ക് ഞാൻ താഴെ മെൻഷൻ ചെയ്യാം. വാങ്ങി ട്രൈ ചെയ്തിട്ട് നിങ്ങൾ റിസൾട്ട് പറയുക. നല്ലപോലെ ഹെയർ ലോങ് ആൻഡ് തിക്ക് ആവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് ട്രൈ ചെയ്യാം. ബൈ.